നമുക്ക് ഇന്നത്തെ കവിതയെ കുറിച്ചിട്ട് ഒരു മുഖവുര. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് മൺകുടത്തിന്റെ വില. വളരെ ഫേമസ് ആണ്. മലയാള സാഹിത്യത്തിലെ നിരൂപകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലീലാവതി ടീച്ചർ. ലീലാവതി ടീച്ചറിന് പറഞ്ഞിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത എന്നാണ്. ഇതിൽ നമ്മുടെ ജീവിത തത്വമാണ് ഉള്ളത്. ഇത് അവതരിപ്പിക്കുന്നത് അമ്മയും മകളും തമ്മിലുള്ള സംവാദ രൂപേണമാണ്. അമ്മ മകളോട് ചോദിക്കുന്നേ, നമ്മൾ ഈ കുടത്തിന്റെ വില നീ ഇനിയും കൊടുത്തില്ലേ? അങ്ങനെ മകൾ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മകള് പറയുന്നത്, ഞാൻ ആ കൊശവനാരെ കാണുന്നേ ഇല്ല, അയാൾ ഒരിക്കലും കാണാറില്ല. പുഴയുടെ ഇക്കരെ ഞാൻ എപ്പോഴും നോക്കും, എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരിക്കലും കാണാറില്ല. ചിലപ്പോൾ അയാൾ മറന്നു കാണും. അപ്പൊ അമ്മ പറഞ്ഞ അയാൾ മറക്കൊന്നുമില്ല, അയാൾക്ക് ഓരോന്നിൻ്റെയും കണക്കുണ്ട്, എല്ലാ കണക്കും അയാളെടുത്തുണ്ട്. നമ്മൾ ഇത്രയൊക്കെ ആക്കി തീർത്ത് ഈ മൺകുടത്തിൽ വെള്ളം ഒഴിച്ച് ചെടികൾ നട്ട് പിടിപ്പിച്ച് നനച്ച് വൃക്ഷങ്ങളാക്കി അതിന് ഫലമൂലാദികളൊക്കെ ഉണ്ടായി. ഇതൊക്കെ തന്നത് ഈ കുടം കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. ജീവിതമാകുന്ന കുടന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ജീവിതം നമുക്ക് ദൈവം തന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഉപകാരപ്പെടുത്തി മറ്റുള്ളവർക്ക്. പ്രകൃതി നമുക്ക് തരുമ്പോൾ നമ്മൾ പ്രകൃതിക്ക് എന്തെങ്കിലും കൊടുക്കണം. അത് നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വളരെ തത്വചിന്താപരമായ ഒരു കവിതയാണ്. അതെ, ജീവിത തത്വമാണിത്. അതുകൊണ്ട് അമ്മ പറയുന്ന മോളോട്, നീ ഇന്നെ പോയിട്ട് അതിന്റെ വില കൊടുത്തു ആ കടം തീർക്കുന്നാണ് പറയുന്നത്. തുടർന്നിതു ജനനിയാൾ സുതയൊടു കടം കൊണ്ട കുടത്തിന്റെ വില എന്നും കൊടുത്തില്ലേ നീ. അങ്ങനെയാണ്. ഇനി അങ്ങ് പാടുന്നതാണ്. ഞാൻ പാടാം. അതെ, അതാണ്. തുടർന്നിതു ജനനിയാൾ സുതയൊടു കടം കൊണ്ട് കുടത്തിന്റെ വില എന്നും കൊടുത്തില്ലേ നീ. മണിഭൃംഗമനം തേടി അണഞ്ഞിരവരുതിയെ ഉണരുന്ന ധനുമാസ മധുമാവിന്മേ മുരളിയുമൂതി നവമകരന്ദ കിസലയം ചൊരിയുമാം നിരക്കോയിൽ പറന്നുവല്ലോ. മുരളിയോ മോദി നവമകരന്ദ കിസലയം ചൊരിയുമാ തിരക്കോയിൽ പറന്നുവല്ലോ. അണിനിലാവോളി ദേവി നനയ്ക്കുന്ന മകരത്തിൻ കണിപുഞ്ച മണിമാലയണിഞ്ഞുവല്ലോ. പുഴയിൽ നിന്നോരോ കറ്റക്കഴ കെട്ടി തിരിച്ചോരി കുഴിയിലെ ജലം വറ്റി കഴിഞ്ഞുവല്ലോ. ചെറുപള്ളം പടർന്നോളി വിടർന്നത് അലയിലെ മരതക മണി മൂടിയുറച്ചുവല്ലോ. വടിവൊത്ത ചെറു ചേന തുടരണി പുതുമങ്ക കൊടിയുടെ അടിവയ കനത്തുവല്ലോ. മുളകിന്റെ വിരലുകൾ പവിഴ ചാർത്തണിഞ്ഞല്ലോ. വഴുതിന പൂവൽ കൊഴുത്തുരുണ്ടുവല്ലോ. തളിരിളം വെള്ളരിയിൽ തെളിമഞ്ഞ കൂറി തോടുമിളവനിൽ ഞെറിവെച്ച കുളിർമത്തയിൽ. ഇതൊക്കെ നമ്മൾ ഈ കുളം കിട്ടിയൊരു കുടത്തിൽ വെള്ളം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. മണിയറയിലോ മണി തണൽ തൊഴുത്തിലും
കണി വയ്ക്കും തനി തങ്ക കുടങ്ങൾ പൊങ്ങി മണിയറയിലോ മണിത്തളത്തിലും തൊഴുത്തിലും കണി വയ്ക്കും തനി തങ്ക കുടങ്ങൾ പൊങ്ങി ചെറുനിറ കൂടമീതിൻ കൂറും കരൾ കകതല്ലോ പിറന്നതി മരതക ഭുവനമെല്ലാം തുടർന്നിതു ജനനിയാൽ മനം ചൊട്ടു കാടം കൊണ്ട് കൂടത്തിന്റെ വില ഇന്നും കൊടുത്തില്ലേ നീ പൊരുളറിയാതെ കരിം ചെളി മണ്ണു പുരട്ടിയും മറവിയാൽ പതനങ്ങളനുഭവിച്ചും ഉടയാത്ത കൂടമിട കടമിഴി കുളിർ നീരാ അടിമുടി നനച്ചു പെൺകുടിയാൾ ചൊല്ലി കൊടുപ്പതെങ്ങനെ യന്തീനന കഴിഞ്ഞിവളെന്നും കടവിനിക്കരെ നിന്നോ വിളിച്ചു നോക്കും മറുവിളിയില്ലെന്നല്ല പുറത്തു കാണുകയില്ല തിരഞ്ഞു ചെന്നാലും മായ കുശവനാരേ വിളിച്ചാലും വിളി കേൾക്കൂല, അതെ, കാണൂല, പിന്നെന്ത് ചെയ്യും? മറക്കയോ പരമോരോ കുടത്തിന്റെ കണക്കുമാ മുതുമുത്തൻ കുശവന്റെ മനസ്സിലുണ്ടാം. അതെ, കുശവന്റെ മനസ്സിൽ ഈ കണക്ക് ഇവള് അത് ഇത് മറന്നിട്ടുണ്ടാവും. മറക്കൂല, ഒരിക്കലും മറക്കൂല. ഓരോരുത്തരുടെ കണക്കും അവിടെ ഉണ്ട് എന്നാണ്. മറന്നുവോ കിഴവനെന്തിനിയും തൻ വരശില്പ വിരുതിന്റെ വില വാങ്ങാൻ വരാതമ്മേ മറക്കയോ പരമോരോ കൂടത്തിന്റെ കണകുമാ മുതുമുത്തൻ കുശവന്റെ മനസ്സിലുണ്ടാം. പരമൊരു പരീക്ഷണ കെണിയിതെന്നറിഞ്ഞു നാം ഞെറിവൊത്തിങ്ങിതിൻ വില കൊടുത്തില്ലെങ്കിൽ കനിവേറും കുശവനാരറിയാതെ അവസാനം കരിങ്കാളി മകൾ നമ്മെ തടുത്തു നിർത്തും. അവിടെ എന്താ കരിങ്കാളി മകൾ? നമ്മുടെ അവസാന കാലാകുമ്പോ നമ്മളെ തടഞ്ഞു ചോദിക്കും, നീ എന്റെ വില കൊടുത്തോ? കനിവേറും കുശവനാരറിയാതെ അവസാനം കരിങ്കാളി മകൾ നമ്മെ തടുത്തു നിർത്തും. തുടർന്നിതു ജനനിയാ മനം വെന്തു കടം കൊണ്ട് കൂടത്തിന്റെ വിലയെന്നോ കൊടുക്കണം നീ. ഉള്ളിൽ തന്നെ കൊടുക്കണം, അതിന് കാലതാമസം വരുത്തരുത്. ഞൊടിയിട കൊണ്ടു നമ്മൾ അറിയാതെ ഓരോ ദിനം ഉടഞ്ഞുപോം കൂടം കടമവശേഷിക്കും. നമ്മൾ എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോ കടം മാത്രം പിന്നെയും അവശേഷിക്കും. ബാക്കി വെക്കരുത്. പല പാഠങ്ങളും എന്ന് കിട്ടാനുണ്ട്. അതെ അതെ, ഉടഞ്ഞുപോം കൂടം കടമവശേഷിക്കും. ഒരു ദിനം ഉടഞ്ഞുപോം കൂടം കടമവശേഷിക്കും. ഇത് 1944 മുമ്പ് എഴുതിയേ. അത്രയും വർഷങ്ങളായി. ലീലാവതി ടീച്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിരാമൻ നായർ ഒരു കവിത, കുറെ കവിതയുണ്ട്, കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന്. അതായത് ബാക്കിയുണ്ടെങ്കിൽ അത് അതൊന്ന്. പിന്നെ പറയുന്നത് നമ്മൾ ഈ പ്രകൃതി നോക്കി എന്തൊക്കെ ചെയ്യും. നമ്മള് പ്രകൃതി
പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അതെ അതെ. അത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വിശദീകരിക്കാം. ഏതായാലും അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.